ഹാരി പോട്ടർ സീരീസിന്റെ ഓഥറും ഫിലാന്ത്രോപിസ്റ്റുമായ JK റോളിംഗിന്റെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോയ ഇൻസ്പയറിംഗ് ആയ ജീവിത കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. JK റോളിംഗിന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവമായിരുന്നു അവളുടെ അമ്മയുടെ മരണം. അവൾക്കന്ന് 25 വയസ്സായിരുന്നു. ഹാരി പോട്ടർ എഴുതാൻ തുടങ്ങിയിട്ട് 6 മാസമായപ്പോഴാണ് അവളുടെ അമ്മ മരിച്ചത്. അവൾ അത് എഴുതാൻ തുടങ്ങിയത് അവളുടെ അമ്മ അറിഞ്ഞില്ല എന്നത് അവളെ വളരെയധികം ദുഃഖിപ്പിച്ചു. അമ്മയുടെ മരണത്തിന് ശേഷം 1992 അവൾ പോർച്ചുഗലിലേക്ക് മാറി. അവിടെ വെച്ച് അവൾ വിവാഹിതയായി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ അവളുടെ വിവാഹം 13 മാസത്തേക്ക് മാത്രം നിലനിന്നുള്ളൂ. ഡിവോഴ്സിന് ശേഷം അവൾ എഡിൻബർഗിലേക്ക് മാറി. ആ സമയത്ത് റൗളിംഗ് സാമ്പത്തികമായി വളരെയധികം വിഷമത്തിലായിരുന്നതുകൊണ്ട് ഹാരി പോട്ടർ അവൾ എഴുതിയത് കാഫേകളിൽ ഇരുന്ന് തന്റെ മകളെ പ്രാമിൽ ഉറക്കി കിടത്തിക്കൊണ്ടായിരുന്നു. താൻ ഒരു വലിയ ഫെയിലിയർ ആണെന്ന് അവൾക്കന്ന് തോന്നി. അവൾ കടുത്ത ഡിപ്രഷനിലേക്ക് വഴുതി വീഴുകയും സൂയിസൈഡ് ചെയ്താലോ എന്ന് പോലും പലപ്പോഴും ഓർത്തു പോവുകയും ചെയ്തു. എന്നാൽ അവയെല്ലാം മറികടന്ന് എഴുത്തെല്ലാം പൂർത്തിയാക്കി അവൾ അത് 12 പബ്ലിഷേഴ്സിന് അയച്ചു കൊടുത്തു. എന്നാൽ എല്ലാവരും അത് റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. റൗളിംഗിന് തന്റെ കഥയിലുള്ള കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അങ്ങനെ അവസാനം ലണ്ടനിലുള്ള ഒരു ചെറിയ പബ്ലിഷർ അവൾക്ക് സെക്കൻഡ് ചാൻസ് നൽകാൻ തീരുമാനിച്ചു. അവിടുത്തെ സിഇഒയുടെ 8 വയസ്സുള്ള മകൾക്ക് റൗളിംഗിന്റെ കഥ വളരെയധികം ഇഷ്ടപ്പെട്ടത് ഇതിന് കാരണമായി. അതിനുശേഷം റൗളിംഗിന്റെ പുസ്തകം വിറ്റുപോയത് 450 മില്യൺ കോപ്പീസാണ്. അവ സിനിമകളാക്കപ്പെട്ടു. അവയ്ക്ക് ധാരാളം അവാർഡുകൾ ലഭിച്ചു. 2011 ഫോർബ്സ് റൗളിംഗിന്റെ ആസ്തി $1 ബില്യൺ ആണെന്ന് കണ്ടെത്തി. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയ സെലിബ്രിറ്റികളിൽ ഒരാളും ടോപ്പ് ഏർണിംഗ് ആയ എഴുത്തുകാരിൽ ഒരാളായും JK റോളിംഗ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നു. നിങ്ങൾക്കും ഒരു സ്വപ്നമുണ്ടായിരിക്കാം. എന്നാൽ പലപ്പോഴും പല പരാജയങ്ങളും റിജക്ഷൻസും എല്ലാം പല സന്ദർഭങ്ങളിലും ഫേസ് ചെയ്യേണ്ടതായി വന്നിട്ടുമുണ്ടാകാം. എന്നാൽ അവയൊന്നും നമ്മെ തളർത്തി കളയാൻ ഇടയാക്കരുത്. പ്രയത്നം അവസാനിപ്പിക്കാൻ അത് കാരണമാകരുത്. നെവർ ഗിവ് അപ്പ്. പിന്നീട് നിങ്ങളുടെ കഥ ലോകം കേൾക്കാനിടയാകട്ടെ.